നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പീഡാനുഭവ ശുശ്രൂഷകളും കുരിശിന്റെ വഴിയും. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടത്തി. ചടങ്ങുകളിൽ പങ്കുചേർന്ന നൂറുകണക്കിന് വിശ്വാസികൾ. പുതുക്കാട് മണ്ഡലത്തിൽ പഴുതടച്ച പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. ആരാധനാലയങ്ങളിലും വീടുകളിലും വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്ലായിലപ്പാറ കടവിൽ ഒടുവിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ചു. നീന്തൽ പരിശീലന സൗകര്യം കൂടി ഒരുക്കണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരാശിയുടെ പാപങ്ങളേറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിനമായതിനാലാണ് ഈ ദിവസം ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. മനുഷ്യരാശിയുടെ പാപങ്ങളേറ്റെടുത്ത് കുരിശുമരണം വരിച്ച യേശുവിൻ്റെ പീഡാനുഭവമാണ് ദുഃഖവെള്ളിയിൽ അനുസ്മരിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചു. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെ യേശു കുരിശ് വഹിച്ചുപോയ പാതയെ അനുസ്മരിപ്പിക്കുന്ന കുരിശുവഴിയിൽ വിശ്വാസികൾ പങ്കുചേരുന്നു. ചാട്ടവാറടികളും പരിഹാസങ്ങളും സഹിച്ച് മറ്റുള്ളവർക്കായി കുരിശിലേറിയ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ഇന്നത്തെ ദിവസം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്കുകൾ വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങുന്നു. ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും കുരിശിൻ്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രത്യേക ശുശ്രൂഷകളും നടക്കും. ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിച്ചുകൊണ്ട് ക്രൈസ്തവർ ഈ ദിവസം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അസാധാരണ മാതൃകയായ ഈ ദിനം ക്രൈസ്തവർക്കു മാത്രമല്ല, ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന സന്ദേശം നൽകുന്നു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടത്തി. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവം ചടങ്ങുകളിൽ പങ്കുചേർന്നത്. അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവം ചടങ്ങുകളിൽ പങ്കുചേർന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ അടിവാരം പള്ളിയിൽ നടന്ന പീഠാനുഭവ അനുസ്മരണത്തിനും പ്രത്യേക ശുശ്രൂഷകൾക്കും തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലി, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. പീഠാനുഭവ വായന, കുരിശുവന്ദനം, പ്രദക്ഷിണം എന്നിവ ഭക്തി നിർഭരമായി നടന്നു. വൈകിട്ട് പീഠാനുഭവ ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടുകൂടി ഇടവക അതിർത്തിയിലൂടെ പ്രത്യേക പ്രദക്ഷിണം നടത്തി. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും അനുബന്ധ പരിപാടികൾക്കും കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവരും വിവിധ ഭക്ത സംഘടനകളും നേതൃത്വം നൽകി. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നീ എന്റെ കാൽ കഴുകുകയോ? ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026.
തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. പുതുക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി A. നാഗേഷിന്റെ പ്രചാരണം പുരോഗമിക്കുന്നു. നെന്മണിക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടും വികസന വാഗ്ദാനങ്ങൾ പങ്കുവച്ചുമാണ് നാഗേഷ് പര്യടനം തുടരുന്നത്. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ എത്തിക്കാൻ NDA വിജയിക്കണമെന്ന ആഹ്വാനവുമായാണ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം. രാവിലെ നെന്മണിക്കര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും പുഷ്പവൃഷ്ടി നടത്തിയും ഷാളുകൾ അണിയിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടു കേട്ടും അവയ്ക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയുമാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിൽ നടന്ന പര്യടനത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. കാർഷിക മേഖലയുടെ വികസനവും കുടിവെള്ള പ്രശ്നങ്ങളും ചർച്ചയാക്കി സ്ഥാനാർത്ഥി വോട്ടർമാരോട് സംവദിച്ചു. പുതുക്കാടിനെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നയിക്കാൻ ഇത്തവണ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ മണ്ഡലത്തിൽ അർഹരിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP, NDA പ്രാദേശിക നേതാക്കളും നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിലുടനീളം അണിനിരന്നു. ഗൃഹസമ്പർക്ക പരിപാടികളിലും കുടുംബയോഗങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. നെന്മണിക്കരയിലും പറപ്പൂക്കരയിലും ലഭിക്കുന്ന ഉജ്ജ്വലമായ സ്വീകരണം പുതുക്കാട് മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. പുതുക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ ജനകീയ സമ്പർക്ക പരിപാടികളുമായി UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. വല്ലച്ചിറ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ടും വികസന ചർച്ചകൾ പങ്കുവച്ചുമാണ് ബാബുരാജ് മുന്നേറുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് വല്ലച്ചിറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. പഞ്ചായത്തിലെ വീടുകളിലും പ്രമുഖ വ്യക്തികളുടെ വസതികളിലും നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിച്ച ബാബുരാജിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം ഭാരവാഹികളുമായും വിശ്വാസികളുമായും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്തു. 3 മുറിയിൽ നടന്ന ദുഃഖവെള്ളി പരിഹാര പ്രദക്ഷിണത്തിൽ സ്ഥാനാർത്ഥി പങ്കുചേർന്നു. വിശ്വാസികളുമായി സൗഹൃദം പങ്കുവച്ച അദ്ദേഹം ആത്മീയ ചടങ്ങുകളുടെ ഭാഗമാവുകയും ചെയ്തു. മണ്ഡലത്തിൽ വികസന മുരടിപ്പിനെതിരെയും പുതുക്കാടിന്റെ സമഗ്ര പുരോഗതിക്കായി UDF അധികാരത്തിൽ വരേണ്ടതിന്റെ അനിവാര്യതയുമാണ് ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. പര്യടനത്തിലുടനീളം നിരവധി UDF പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റു ഭാഗങ്ങളിലും പ്രചാരണം അതിശക്തമാക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. വല്ലച്ചിറയിലെ ഓരോ വീടുകളിലും എത്തിയുള്ള സ്ഥാനാർത്ഥിയുടെ ജനകീയ ഇടപെടലുകൾ UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനെ പ്രഭാത കുളിർമയോടെ നേരിട്ട് പുതുക്കാട്ടെ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. പറപ്പൂക്കര പഞ്ചായത്തിൽ സംഘടിപ്പിച്ച മോർണിംഗ് വാക്ക് വിത്ത് KKR വോട്ടർമാർക്കിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചത്. മുളങ്ങിൽ നിന്നാരംഭിച്ച് കുറുമാലിയിൽ അവസാനിച്ച പ്രഭാത സവാരിയിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുകയായിരുന്നു സ്ഥാനാർത്ഥി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പറപ്പൂക്കര പഞ്ചായത്ത് തലത്തിലുള്ള പ്രഭാത സവാരി ആരംഭിച്ചത്. വഴിനീളെ കണ്ടുമുട്ടിയ പ്രഭാത സവാരിക്കാരോടും വ്യായാമത്തിലേർപ്പെട്ടവരോടും കുശലം പറഞ്ഞും വോട്ടഭ്യർത്ഥിച്ചുമായിരുന്നു നടത്തം. വെറുമൊരു രാഷ്ട്രീയ പര്യടനത്തിനപ്പുറം വോട്ടർമാരുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ ഈ വേറിട്ട പ്രചാരണ ശൈലിയിലൂടെ സാധിച്ചു. മുളങ്ങിൽ നിന്നാരംഭിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് കുറുമാലിയിലാണ് പ്രഭാത സവാരി സമാപിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഇടതുപക്ഷ പ്രവർത്തകരും നാട്ടുകാരും വലിയ തോതിൽ അണിനിരന്നു. മോർണിംഗ് വാക്ക് വിത്ത് KKR എന്നത് പ്രവർത്തകർക്കിടയിലും വലിയ ഉന്മേഷമാണ് പകർന്നത്. തിരക്കേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനൊപ്പം വോട്ടർമാരെ നേരിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ലളിതമായി ഇറങ്ങിച്ചെല്ലുന്ന KK രാമചന്ദ്രന്റെ രീതിക്ക് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. മുളങ്ങ് മുതൽ കുറുമാൽ വരെയുള്ള ഈ നടത്തം വോട്ടർമാരുടെ ഹൃദയത്തിലേക്കുള്ള ചുവടുവയ്പായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകളുമായി KK രാമചന്ദ്രൻ സജീവമായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീപ്പ് തൃശൂർ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലഭവനിൽ ഒരുക്കിയ ഏകദിന പ്രദർശനത്തിൽ ഇലക്ഷന്റെ ചരിത്രം വിളിച്ചോതുന്ന ചിത്രങ്ങൾക്ക് പുറമെ ബോർഡ് ഗെയിമുകൾ, വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ തുടങ്ങിയ വിവിധ ആകർഷക പരിപാടികളും ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങളെ
അവബോധരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. അസിസ്റ്റന്റ് കളക്ടറും സ്വീപ്പിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റാത്തോഡ്, സ്വീപ്പിന്റെ ജില്ലാ അംഗങ്ങൾ, ജില്ലയിലെ വിവിധ കോളേജിലെ വിദ്യാർത്ഥികളും ഫോട്ടോ പ്രദർശനം സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പല്ലൂർ. ബിസിനസ് ന്യൂസ്. മൂന്നുമുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈസ്റ്റർ മെഗാ സെയിൽ ജനപ്രിയമാകുന്നു. മികച്ച ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് ലഭ്യമാകുന്ന വൻ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ് നൽകിയാണ് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ ഈസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. സീലിംഗ് ഫാൻ 1099 രൂപ മുതൽ, BLDC സീലിംഗ് ഫാൻ 2099, 8 ലിറ്ററിന്റെ നവരംഗ് ബിരിയാണി പോട്ട് വെറും 999 രൂപ, എയർ ഫ്രയർ 2699, സുജാത 3 ജാർ മിക്സർ 5799, 5, 3, 2 ലിറ്ററുകളിലുള്ള 3 അലുമിനിയം പ്രഷർ കുക്കർ അടങ്ങിയ ഫാമിലി കോംബോ വെറും 1899, കാസറോൾ 799 രൂപ മാത്രം, അയൺ ബോക്സ് 499 രൂപ മുതൽ, ഇംബെക്സ് നോൺ സ്റ്റിക് കുക്ക് വെയർ 999 എന്നിങ്ങനെ മറ്റെവിടെയും ലഭിക്കാത്ത വമ്പൻ ഓഫറുകളും വിലക്കിഴിവുമാണ് മൂന്നുമുറി ഹോം എക്സ്പ്രസിലെ മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന 7 ഡേയ്സ് വാല്യൂ സെയിലിനെ വ്യത്യസ്തമാക്കുന്നത്. സീലിംഗ് ഫാൻ 1099, BLDC ഫാൻ 2099, 8 ലിറ്റർ ബിരിയാണി പോട്ട് 999, സുജാത 3 ജാർ മിക്സർ സൂപ്പർ മിക്സ് 5799, ഇംബെക്സ് അലുമിനിയം പ്രഷർ കുക്കർ ഫാമിലി കോംബോ 1899, സെല്ലോ 2 പീസ് കാസ്ട്രോൾ 799, ഇംബെക്സ് ഇലക്ട്രിക് അയൺ ബോക്സ് 699, ബ്ലൂബെറി ഡ്രൈ അയൺ ബോക്സ് 499, ഇംബെക്സ് നോൺ സ്റ്റിക് കുക്ക് വെയർ സെറ്റ് 4 പീസ് 999 തുടങ്ങി വമ്പിച്ച വിലക്കുറവിലാണ് എല്ലാ ഗൃഹോപകരണങ്ങളും ഈസ്റ്റർ പ്രമാണിച്ച് ഹോം എക്സ്പ്രസിൽ നൽകി വരുന്നത്. കത്തുന്ന ചൂടിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി പ്രത്യേകമായി ഒരുക്കിയ ചിൽ ഔട്ട് സെയിലിൽ 10 വർഷം കംപ്രസർ വാറണ്ടിയും 5 വർഷത്തെ ഫുൾ വാറണ്ടിയുമുള്ള 1 ടൺ സ്പ്ലിറ്റ് AC 24,999 രൂപയ്ക്കും 1.5 ടൺ ഇൻവെർട്ടർ AC 28,499 രൂപയ്ക്കും ലഭ്യമാണ്. 35 ലിറ്റർ ബ്ലൂബെറി എയർ കൂളറിന് വെറും 5,299 രൂപ മാത്രം, ഇംബെക്സ് എയർ കൂളറിന് 5,399 രൂപ എന്നിങ്ങനെ കൂൾ ഓഫറുകളും ഹോം എക്സ്പ്രസിൽ ലഭ്യമാണ്. 43 ഇഞ്ച് സ്മാർട്ട് LED TV വെറും 13,499 രൂപ, 32 ഇഞ്ച് സ്മാർട്ട് LED TVക്ക് 7,999 രൂപ, ഗോദ്രേജ് 7 kg വാഷിംഗ് മെഷീൻ 14,499 രൂപയ്ക്കും ഈ 7 ദിവസങ്ങളിലെ മെഗാ സെയിലിൽ സ്വന്തമാക്കാം. കുറുവ റൈസ് 34 രൂപ, ബർക്കത്ത് ബിരിയാണി റൈസ് 54 രൂപ, ബസുമതി റൈസ് 82 രൂപ, പഞ്ചസാര 42 രൂപ 50 പൈസ, കോക്കനട്ട് ഓയിൽ 219 രൂപ എന്നിങ്ങനെ ഈസ്റ്റർ സ്പെഷ്യൽ ഓഫറിൽ നിത്യോപയോഗ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത്. മൂന്നുമുറിക്ക് പുറമെ അഷ്ടമിച്ചിറ, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ആഘോഷിക്കൂ ഈ ഈസ്റ്റർ ഹോം എക്സ്പ്രസിനൊപ്പം. വേനലവധിയായി സ്കൂളുകൾ അടച്ചു. മലയാളികൾ ഇനി വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. വരാൻ പോകുന്നത് ഈസ്റ്റർ, ഒപ്പം തന്നെ വിഷു ആഘോഷങ്ങളാണ്. ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് മികച്ച ഒരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് മൂന്നുമുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. ഈസ്റ്ററിന് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ
MRPയേക്കാൾ പകുതി വിലയ്ക്കാണ് ഇവിടെ ബിരിയാണി പോട്ട് നൽകുന്നത്. ഒപ്പം തന്നെ നോക്കൂ, 5 ലിറ്റർ, 3 ലിറ്റർ, 2 ലിറ്റർ എന്നീ 3 പ്രഷർ കുക്കറുകൾ, ഫാമിലി കോംബോ പ്രഷർ കുക്കറുകൾ വെറും 1899 രൂപയ്ക്ക്. തീർന്നില്ല, ഇതുപോലെ ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും പലവ്യഞ്ജനങ്ങളും ഒക്കെ പുറത്ത് മറ്റെവിടെയും ലഭിക്കാത്ത അമ്പരിപ്പിക്കുന്ന ഓഫറുകളിലും വിലക്കിഴിവിലുമാണ് ഈ ആഘോഷക്കാലത്ത് മൂന്നുമുറി ഹോം എക്സ്പ്രസ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. ക്യാമറാമാൻ റിൻസിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്ലായിലപ്പാറ കടവിൽ ഒടുവിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ചു. NCTVയുടെ വാർത്തയെ തുടർന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥിന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നുമാണ് നടപടി. 2 മാസം മുൻപ് 16-കാരൻ ഇവിടെ മുങ്ങി മരിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായത്. ഇതിനോടൊപ്പം പഞ്ചായത്തിലെ കുളങ്ങൾ നവീകരിച്ച് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നു. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും അപകടകരമായ ആഴവും ഒഴുക്കുമുള്ള ഇടമാണ് കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ കടവ്. ഈ അപകടം തിരിച്ചറിയാതെ നീന്താൻ ഇറങ്ങുന്നവരാണ് ദുരന്തത്തിൽ പെടുന്നത്. 2 മാസം മുൻപ് മുപ്ലിയം സ്വദേശിയായ കൗമാരക്കാരൻ ഇവിടെ മുങ്ങി മരിച്ച സംഭവം നാടിനെ നടുക്കിയിരുന്നു. വിജനമായ ഈ പ്രദേശത്ത് കുട്ടികളടക്കം നിരവധി പേരാണ് കുളിക്കാനെത്തുന്നത്. ഇതേ തുടർന്നാണ് NCTV ഈ വിഷയം വാർത്തയാക്കിയതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. പഞ്ചായത്ത് പരിധിയിലുള്ള 14 കുളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നവീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ഇക്കാര്യത്തിൽ നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് 2019 അനുകൂല ഉത്തരവ് ഉണ്ടായെങ്കിലും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ഓഫീസിന് മുന്നിൽ ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്ത് രവീന്ദ്രനാഥ് പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് സുഹൃത്ത് പുരുഷോത്തമന്റെ സഹായത്തോടെ കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനവും ഇവർ സംഘടിപ്പിച്ചു. അവധിക്കാലം എത്തിയതോടെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നത് ജലാശയങ്ങളാണെന്നിരിക്കെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് ഏക പ്രതിവിധി. ഒരു കായിക വിനോദം എന്നതിലുപരി ജീവൻ രക്ഷാ ഉപാധി എന്ന നിലയിൽ നീന്തൽ പരിശീലനം പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നും വരാനിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായി നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്നും വരന്തരപ്പള്ളി നിവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇതാണ് പ്ലായിലക്കടവ്. 2 മാസം മുൻപ് ഒരു കുട്ടി നീന്തൽ അറിയാണ്ട് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കടവിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ കുളിക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൂചന ബോർഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദൻ അവർക്ക് ഞാൻ നിവേദനം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവിടെ സ്ഥാപിക്കാമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ കാലഘട്ടമാണ്. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ തനിച്ച് പുഴയിലേക്ക് പറഞ്ഞയക്കരുത്. മാതാപിതാക്കളുടെ കൂടെ മാത്രമേ കുട്ടികളെ പറഞ്ഞയക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ നീന്തൽ പഠിപ്പിക്കുകയാണെങ്കിലും മാതാപിതാക്കൾ ഒപ്പം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സൂചന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കോട്ടകര പൂനിലാർക്കാവ് ദേവസ്വത്തിന് കീഴിലെ കുന്നത്തിർക്കോവിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള തുക സമാഹരിക്കുന്നതിനായി ഒരുക്കിയ കൊടകര ഫെസ്റ്റിന് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി. ചലച്ചിത്ര താരം ഹർഷിത പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D. നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E. രവീന്ദ്രൻ, വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെറ്റ് ഷോ, മത്സ്യകന്യക ഷോ, കൺസ്യൂമർ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫാമിലി ഗെയിം, കാർഷിക വിപണന പ്രദർശന മേള എന്നിവ ഉൾപ്പെടുത്തിയാണ് കൊടകര ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 13 വരെ പ്രദർശനം ഉണ്ടായിരിക്കും. കഴിഞ്ഞതിലും അങ്ങനെയാണ് ഞങ്ങൾ ഒരു കോൺടാക്റ്റ് ആയത്. ഇപ്പം ചേട്ടൻ്റെ വിളിച്ചിട്ടൊരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഒരു ഫെസ്റ്റ് എനിക്ക് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എവിടേക്കും ഉണ്ട്. പക്ഷെ എനിക്കത് പങ്കെടുക്കാനോ അല്ലെങ്കിൽ പോയി കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു.
അപ്പോൾ ഇന്ന് ഇവിടെ വന്ന നിങ്ങളുടെ കൂടെ എൻ്റെ ആ ഒരു ആഗ്രഹം നടക്കുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ എന്താ പറയുക, എല്ലാവരും സൂക്ഷിക്കുക. കിളികളും അവരുടെയൊക്കെ കുഞ്ഞു ജീവനുകളാണ്. അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ അമ്പലത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ വന്ന് അമ്പലത്തിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് വന്നു. അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം, ദേവിയുടെ ഒരു അനുഗ്രഹം അവർക്കുണ്ടാവും. അവർക്കും വളരെയധികം സിനിമകൾ ഇനി കൈനിറച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർണ്ണവില വീണ്ടും മുന്നേറ്റം തുടങ്ങി. കേരളത്തിൽ വെള്ളിയാഴ്ച ഗ്രാമിന് 180 രൂപ വർദ്ധിച്ച് 13,835 രൂപയിലെത്തി. 1,440 രൂപ ഉയർന്ന് 1,10,10,680 രൂപയാണ് പവൻ വില. രാജ്യാന്തര വില ഒരു ഘട്ടത്തിൽ $110 ഇടിഞ്ഞ് $4,464 വീണെങ്കിലും പിന്നീട് 4,676 ഉയർന്നത് കേരളത്തിലും വില കൂടാനിടയാക്കി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് രാജ്യാന്തര വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ പ്രകടമാകുന്നത്. വില നിശ്ചയിക്കുന്നതിൽ ഡോളർ സൂചിക നിർണായകമാണ്. ഡോളർ ദുർബലമാകുന്നത് സ്വർണ്ണവില ഉയരാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പണപ്പെരുപ്പം, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്കിലെ വ്യത്യാസങ്ങൾ എന്നിവയും വിലയെ സ്വാധീനിക്കുന്നു. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങളും രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവിലയിൽ നിർണായക ഘടകങ്ങളാണ്. ആഗോളതലത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറുന്നതും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഡോളർ വിനിമയ നിരക്കിലെ വ്യതിയാനങ്ങൾക്കൊപ്പം രൂപയുടെ മൂല്യത്തകർച്ചയും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തോടുള്ള താൽപര്യം വർദ്ധിക്കുന്നത് പലപ്പോഴും വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ട്. സംസ്ഥാനത്ത് വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ വിലയിലുണ്ടാകുന്ന തുടർച്ചയായ മാറ്റങ്ങൾ സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്നു. ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ വലിയൊരു തുക അധികമായി നൽകേണ്ടി വരും. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 8-ന് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും അഴകത്തുമനയ്ക്കൽ ഹരീഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലെ ആഷിക വിഷ്ണു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, വൈകിട്ട് 6:30 ദീപാരാധന, രാത്രി 8 മുതൽ പുലർച്ചെ 1:30 വരെ കാവടിയാട്ടം എന്നിവ ഉണ്ടാകും. 8 ദേശ കാവടി സെറ്റുകൾ അണിനിരക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഈസ്റ്റർ, വിഷു എന്നിവ പ്രമാണിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് പ്രത്യേക റിബേറ്റ് നൽകുന്നു. ഏപ്രിൽ 14 വരെ ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 30% റിബേറ്റ് ലഭിക്കും. ഖാദി കോട്ടൺ, സിൽക്ക്, സ്പൺ സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്കാണ് റിബേറ്റ് ലഭിക്കുക. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വടക്കുന്നാഥൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, പാലസ് റോഡ്, ഒളരിക്കര എന്നിവിടങ്ങളിലെ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിലും പാവറട്ടി, കേച്ചേരി, പൂവത്തൂർ എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യങ്ങളിലും വിവിധ ഗ്രാമശില്പകളിലും ആനുകൂല്യം ലഭിക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ ദുഃഖവെള്ളി, ദേവാലയങ്ങളിൽ പീഡാനുഭവ ശുശ്രൂഷകളും കുരിശിന്റെ വഴിയും. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ നടത്തി.
ചടങ്ങുകളിൽ പങ്കുചേർന്ന നൂറുകണക്കിന് വിശ്വാസികൾ. പുതുക്കാട് മണ്ഡലത്തിൽ പഴുതടച്ച പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. ആരാധനാലയങ്ങളിലും വീടുകളിലും വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്ലായിലപ്പാറ കടവിൽ ഒടുവിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ചു. നീന്തൽ പരിശീലന സൗകര്യം കൂടി ഒരുക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.